കെ സജീഷ്, വെരി ഗുഡ് ഈവനിങ്. ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചത് സർക്കാരിൻ്റെ വിലയിരുത്തലാകും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നാണ്. ഇത് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ കൂടിയാവും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവ് കാണിച്ച ആത്മവിശ്വാസം ഈ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ആ സർക്കാരിനെ നയിക്കുന്ന CPM എന്ന പാർട്ടിക്കുമുണ്ടോ? കെ സജീഷ്. അല്ല, പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ശ്രമിക്കുന്നത് എന്നതിൻ്റെ മറുപടി ഇന്നലെ മുൻ KPCC പ്രസിഡന്റ് കൂടിയായ ശ്രീ മുരളീധരൻ്റെ ഒരു പാട്ടിലൂടെ നമ്മൾ കേട്ടതാണ്. ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന പാട്ട് ഇപ്പോൾ എന്തിനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ഞാൻ 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 എന്ന ഭാവത്തിലൂടെ ശ്രീ വി ഡി സതീശനും ഷാഫി പറമ്പിലും അവരുടെ സ്ഥാനാർത്ഥിയും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരമാണ് പാലക്കാട് മുഴുവൻ ഉയരുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. ഞങ്ങൾ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അവരുടെ 10 വിക്കറ്റുകളാണ് പാലക്കാട് നഷ്ടപ്പെട്ടത്. അത് ചെറുതല്ലല്ലോ. ആദ്യം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ഭാരവാഹിയായിട്ടുള്ള ഷാനിബ് പോയി, പിന്നെ പിന്തുണച്ചുകൊണ്ട് മണ്ഡലം പ്രസിഡൻ്റായിട്ടുള്ള PG വിമൽ പോയി, ദളിത് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K സുരേഷ് പോയി, പിന്നെ അതിനുശേഷം യൂത്ത് കോൺഗ്രസിൻ്റെ പാലക്കാട് ഈസ്റ്റ് മുൻ പ്രസിഡൻ്റായിരുന്ന ഹക്കീം കൽമണ്ഡപം വിട്ടുപോയി. അതിനുശേഷം മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി അവരെ വിട്ടുപോയി. പെരിയാരി പഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ സിത്താര ശശി പോയി. അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി G ശശി പോയി. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയായ ഷക്കൂർ പോയി. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡൻ്റായിരുന്ന P നഫീസ് പാലക്കുഴി പോയി. ഇതെല്ലാം പോയി ഏറ്റവും ഒടുവിലിപ്പോൾ പാലക്കാട് നഗരസഭയിലെ മുൻ കൗൺസിലറായിരുന്ന ശ്രീ ബാസി ഇപ്പോൾ കോൺഗ്രസ് വിട്ട് CPI കിട്ടിയിട്ടുണ്ട്. സന്ദീപ് വാര്യർ, കോൺഗ്രസ് വാര്യർ. അല്ല, അത് ഞാൻ പറയാം ഡോക്ടർ അരുൺ, അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഇന്നിങ്സിലെ 10 വിക്കറ്റ്, അത് തന്നെ പ്രധാനപ്പെട്ട മുൻനിര വിക്കറ്റുകളാണ്. സംസ്ഥാന അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും അവരുടെ നഗരസഭയിലും അതുപോലെ തന്നെ പഞ്ചായത്തിലും ഒക്കെ പ്രവർത്തിച്ച മെമ്പർമാരുൾപ്പെടെയായി പ്രവർത്തിച്ച ആളുകളുടെ വിക്കറ്റുകളാണ് നഷ്ടപ്പെട്ടത്. ഇങ്ങനെയൊരു നഷ്ടം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അനുഭവത്തിൽ നമ്മുടെ ആരെങ്കിലും മുന്നിലുണ്ടോ? ശ്രീ ഡോക്ടർ അരുൺ ഉൾപ്പെടെയുള്ള ആളുകൾ നിരവധി തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പിടി നേതാക്കന്മാർ സ്ഥാനാർത്ഥി നിർണയത്തിലും അവരുടെ BJP ബാന്ധവത്തിലുമെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ടുപോയ ഒരു തെരഞ്ഞെടുപ്പ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തങ്ങൾ ജയിക്കാൻ പോകുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം. കെ സജീഷ്, എന്റെ ചോദ്യത്തിലേക്ക് അങ്ങ് വരണം. ഈ തിരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് അത് പറയാനുള്ള ആർജവമുണ്ടോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യത്തിനുള്ള മറുപടി കൂടി അങ്ങ് പറയും. അതെ, അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതായത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് മുഖ്യമന്ത്രി നടത്തിയ പ്രചാരണ പ്രവർത്തനങ്ങളിലെല്ലാം ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജനങ്ങളെ അഭിമുഖീകരിച്ചത്. എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്ന പോലെ തന്നെ ഗവൺമെൻറ് നേട്ടങ്ങളുമെല്ലാം ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പാലക്കാട് എന്ത് കുഴപ്പമുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദി ഞാനാണ് എന്ന് നെഞ്ചിൽ കൈവച്ചു പറയുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. അങ്ങനെ നെഞ്ചിൽ കൈവച്ചു പറയാൻ CPM സാധിക്കുമോ? കോൺഗ്രസ് വിട്ടുവന്ന സരിനെ സ്ഥാനാർത്ഥിയാക്കിയതടക്കം ഈ തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ CPM ഒരു തിരിച്ചടി നേരിട്ടാൽ അതിന്റെ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? എനിക്കാണ് എന്ന് നെഞ്ചിൽ കൈവച്ചു പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടു. അല്ല, ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടിയും നേരിടാൻ വേണ്ടി പോകുന്നില്ല. ഉജ്ജ്വലമായ വിജയമാണ് സരിൻ നേടാൻ വേണ്ടി പോകുന്നത്. അത് ശ്രീ വി ഡി സതീശൻ നെഞ്ചിൽ കൈവച്ച് ഞാൻ 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 എന്ന ഭാവങ്ങളിൽ പറയാൻ വേണ്ടി ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ CPIM-നോ ഇടതുപക്ഷമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്കോ കഴിയില്ല. ഞങ്ങളുടേത് കൂട്ടായ്മയുടെ വിജയമാണ്. ആ കൂട്ടായ്മയിൽ ഞങ്ങളോടൊപ്പം എല്ലാവരുമുണ്ട്. ആ എല്ലാവരുടെയും വിജയമാണ് പാലക്കാട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. എൻ്റെ വിജയമാണ് എന്ന് പറയാനോ എൻ്റെ പരാജയമാണ് എന്ന് പറയാനോ തിരിച്ചടി ഉണ്ടായാൽ അത് എൻ്റേത് മാത്രമാണ് എന്നോ വി ഡി സതീശൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ചില ശിങ്കിടികളുടേതും മാത്രമാണ് എന്ന് പാലക്കാടും കേരളത്തിലുടനീളമുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും പറയുന്നത് അദ്ദേഹം ഏറ്റുപിടിക്കുകയാണ് എന്ന് മാത്രമാണ്.
Debate with Dr. Arun Kumar.